ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു വളം, അതിൻ്റെ ഒരു പാക്കറ്റും കൂടി നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ടേ എന്ത് ചെയ്യാറിയോ, നമ്മളൊരു കുഴി കുത്തിയിട്ട് അതിലേക്ക് നടട്ടോ. അപ്പോൾ നടുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ നമുക്ക് കാണാം. ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മളെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിരുന്ന കുരുമുളക് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒന്നിങ്ങനെ പിടിച്ചു വന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒന്നാമതേ ഇതുണ്ടോ ചെറിയൊരു കവറിലിരിക്കണം. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് വെള്ളത്തിലിരിക്കണം. അപ്പോൾ ഇതിൻ്റെ വളർച്ചയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് വെള്ളത്തിലായതുകൊണ്ടേ കുറവാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളൊന്നും നമുക്ക് വെള്ളത്തിൽ നിന്ന് കിട്ടൂലല്ലോ. വേറെ വളം കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാനും പറ്റൂല. അപ്പോൾ ഇന്ന് നമ്മളിത് എന്ത് ചെയ്യണം അറിയോ, മണ്ണിലേക്ക് മാറ്റി നടാൻ വേണ്ടി പോട്ടോ. ഇതിനൊന്നിങ്ങനെ ഉണ്ടാവും, ഇതിന് വളമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇലയിലൊക്കെ ഒരു കളർ വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും വളക്കുറവിൻ്റെ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഇതിന്നേ മാറ്റി നടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളേ ഇത് നടുമ്പോൾ ഇതിൻ്റെ കൂടെ ഇതിനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടേ ഒരു വെർമി കമ്പോസ്റ്റും അതുപോലെ തന്നെ ഒരു വളത്തിൻ്റെ ഒരു പാക്കറ്റും, അതായത് ഇതിൽ വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി എല്ലാം പാടെ മിക്സ് ആയിട്ടുള്ള ഒരു വളവും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിലിപ്പോൾ എല്ലുപൊടി ഉണ്ട്, വേപ്പും പിണ്ണാക്ക്, പിന്നെ ലെതർ മീൽ, സ്വീറ്റ് പൊട്ടാഷ്, ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു വളം, അതിൻ്റെ ഒരു പാക്കറ്റും കൂടി നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ടേ എന്ത് ചെയ്യാറിയോ, നമ്മളൊരു കുഴി കുത്തിയിട്ട് അതിലേക്ക് നടട്ടോ. അപ്പോൾ നടുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ നമുക്ക് കാണാം. നേരെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഇത് നടാൻ വേണ്ടിയിട്ട് ചെറിയ കുഴി എടുക്കട്ടോ. ഒരു 2 അടി വീതിയിൽ നമുക്കൊരു കുഴി എടുക്കാം. നന്നായി മണ്ണൊക്കെ ഇളക്കിയിട്ടേ, ഇതിപ്പോൾ ഇവിടെ കൊടുന്നിട്ട മണ്ണാണ്, പുതിയ മണ്ണ് കൊടുന്ന് തട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇളക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കാനേ ഉള്ളൂ. പിന്നെ നമ്മളിതിൻ്റെ താങ്ങുമരമായിട്ട് കമുകാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കമുകിൽ കയറ്റി വിടാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ബാക്കിയുള്ള കുരുമുളകൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ കുരുമുളകും കമുകിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ കുഴിയിലിട്ട് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു കമ്പോസ്റ്റും അതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ മില്ല്, ആ ഒരു വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ കൂടിയിട്ടുള്ള ഒരു വളം ഉണ്ടല്ലോ, അതും കൂടി അത് രണ്ടും കൂടി ഓരോ പാക്കറ്റ്, അതായത് ഓരോ കിലോന് കേട്ടോ, ഓരോ കിലോൻ്റെ ഓരോ പാക്കറ്റാണ്. അത് രണ്ടും മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മണ്ണുമായിട്ട് ഒന്ന് യോജിപ്പിക്കുക, ഒന്ന് ഇളക്കിയിട്ടേ ഒന്ന് നല്ല രീതിക്ക് യോജിപ്പിച്ചിട്ട് പിന്നെ അതിൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ തിപ്പല്ലിയിൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വെക്കണതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ്. ഈ പ്രളയം വന്ന സമയത്തൊക്കെ 2018 19 വെള്ളം കയറിയിരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് കുരുമുളക് വള്ളികൾ നശിച്ചു പോയി, ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനി നമ്മൾ വെക്കണ തൈകളെങ്കിലും എന്ത് ചെയ്യുക, പരമാവധി നമുക്ക് എന്ത് ചെയ്യണം, ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ, തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വെക്കാൻ വേണ്ടി നോക്കണം. അതേപോലെ ഇത് വെക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റുള്ള കുരുമുളക് വള്ളി പോലെ അല്ല, ഗ്രാഫ്റ്റ് ചെയ്തത് വേനൽക്കാലത്ത് നല്ല നനക്കും വേണം. ഈ തിപ്പല്ലി ഒരുപാട് വെള്ളത്തിൽ വളരുന്ന ഒരു സസ്യമാണ് ഈ ബ്രസീലിയൻ തിപ്പല്ലി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കൂടുതൽ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അതും നമ്മൾ പ്രത്യേകം നോക്കണം. നമ്മൾ വേനൽക്കാലത്ത് മുടങ്ങാതെ നനക്കും കൂടിയും വേണം. അപ്പോൾ ഇപ്പോൾ നട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നനച്ചു കൊടുക്കണം. പുതിയ മണ്ണിലോട്ട് നമ്മൾ വെച്ചതല്ലേ, അപ്പോൾ ഒന്ന് നനച്ചു കൊടുത്തിട്ട് പിന്നെ ഇത് നമ്മളെ താങ്ങുമരത്തിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കെട്ടി കൊടുക്കുക. നമ്മളെ വള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക. കഴിഞ്ഞു, ഇത്ര ആവശ്യമുള്ളൂ. ഇനി അത് നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ വളർന്നു വന്നോളും. അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഇങ്ങനെ കാണിക്കേണ്ട വീഡിയോയിലൂടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, അതേപോലെ നിങ്ങൾക്കും സിമ്പിളായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം.